വേൾപൂളിന്റെ പ്രീമിയറിന് വേണ്ടിയിട്ട്. ആൻഡ് ദീപ്തി നിർമ്മല ജെയിംസ് ഒരു വനിതാ സംവിധായികയാണ്. ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടുള്ള സംവിധായികയാണ്. സിനിമയെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം സിനിമ ചെയ്യാം, ഷോർട്ട് ഫിലിം ചെയ്യാം എന്നെല്ലാം ആഗ്രഹത്തോടെ മുന്നോട്ട് വന്ന് 2 ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ദീപ്തി നിർമ്മല ജെയിംസ്. ആൻഡ് ഇതിലുപരി നമുക്ക് എല്ലാവർക്കും ഇവിടെ കുറച്ചുകൂടെ ഒരു കോമൺ കണക്ഷൻ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായ പൊന്നമ്മ ബാബു ആൻറ്റിയുടെ മകളാണ് ദീപ്തി നിർമ്മല ജെയിംസ്. ദീപ്തി 3 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഫുൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ദീപ്തി നിർമ്മല ജെയിംസ്. Thank you. I like to welcome you all to today's short movie screening. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട് ഇതിൽ. ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾക്ക് കുടുംബം പോലെ. സിബി സാറിനോടൊരു പ്രത്യേക താങ്ക് യു ഉണ്ട്. വേൾപൂള് 2 ഇയേഴ്സിന് മുന്നേ നമ്മളൊരു പ്രിവ്യൂ വെച്ചിരുന്നു. സിബി സാർ അന്ന് അറ്റൻഡ് ചെയ്തതാണ്. ഇന്നൊരു സെക്കൻഡ് സ്ക്രീനിങ്ങും നമ്മൾ സെക്കൻഡ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമും കൂടെ ചെയ്യുവാണ്. അപ്പോൾ സാർ ഈ ടൈമിലും വന്നതിന് ഒരുപാട് താങ്ക്സ് സാർ. താങ്ക് യു. സോ ടുഡേ what we are going to do is, so we are releasing Whirlpool today to the public. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ മിറായ പ്രൊഡക്ഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വേൾപൂൾ റിലീസ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ഇയേഴ്സ് ഇതൊരു ഫെസ്റ്റിവൽ റണ്ണിന് പോയിരുന്നു. ഇത് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചെടുത്തൊരു സിനിമ ആയിരുന്നില്ല വേൾപൂൾ. വേൾപൂൾ കണ്ട അഭിപ്രായം വെച്ചിട്ട് പലരും പറഞ്ഞത് പ്രകാരമാണ് നമ്മളത് ഫെസ്റ്റിവലിന് വിട്ടത്. But I'm very proud to share that it was selected in 2 international festivals. It was a finalist in Noto International Film Festival in Italy for Best Direction, and also it was selected in our own Kolkata International Film Festival last year. So, thank you. So, of course, I love filmmaking and storytelling. So, രണ്ടാമത് നമ്മളൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ പേര് എ ലോങ് ഗുഡ് ബൈ എന്നാണ്. ഈ ഫിലിമിന്റെ പേര് എ ലോങ് ഗുഡ് ബൈ എന്നാണ്. ഇത് നമ്മൾ ഫെസ്റ്റിവലിന് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് പറയുക. സോ ഇതൊരു പ്രൈവറ്റ് സ്ക്രീനിങ് ആണ്. ഫെസ്റ്റിവൽ റൂൾസ് പ്രകാരം വി കാൻ ഷെയർ മച്ച് അബൌട്ട് ദ ഫിലിം, വി കാൻ ഷെയർ ദ പോസ്റ്റർ ഔട്ട്. ഓൾ വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ടോക്ക് അബൌട്ട് ദ ടൈറ്റിൽ, വി ക്യാൻ സേ വാട്ട് ദ ഫിലിം ഈസ് അബൌട്ട്. സ്റ്റോറി ഒന്നും പറയാൻ പറ്റത്തില്ല. അനുരാഗ് കശ്യപ് സാറൊക്കെ അതിന് കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാനും അതൊക്കെ മനസ്സിലാക്കിയത്. So this is an exclusive private screening for the guests today. നമ്മൾ ഈ എ ലോങ് ഗുഡ് ബൈ എന്ന് പറഞ്ഞ ഫിലിം ഫെസ്റ്റിവൽസ് റണ്ണ് പ്രോപ്പറായിട്ട് ചെയ്ത് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 2 years for it to get released on the public platform. So thank you so much everyone. So today we'll screen the first film, Whirlpool. It's of 20 minutes duration, and I'm very happy and proud to present to you all of you the film Whirlpool. Hope you enjoyed Whirlpool. Thank you. While I'm here, I can't continue without thanking my cast and crew in Australia, and also my post-production team here in Kerala, India. So this is an Indo-Australian collaboration. The 2 movies are in fact actually Indo-Australian collaboration. അതിൽ നമ്മുടെ വേൾപൂളിൽ വർക്ക് ചെയ്ത ഒരു 80% ആൾക്കാരും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ സെക്കൻഡ് ഫിലിമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ലേറ്റർ ഓൺ ആഫ്റ്റർ ദ ഫിലിം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. അതുകൂടാതെ നിങ്ങൾ അടുത്ത ഫിലിമും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 2 ഫിലിമിനെയും കുറിച്ച് ഐ വിൽ ബി സ്റ്റാൻഡിങ് ഹിയർ, സോ വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. ഐ എം ഓപ്പൺ ടു ദാറ്റ് ആസ് വെൽ. സോ താങ്ക് യു. നമ്മളിപ്പോൾ അടുത്ത ഫിലിം എ ലോങ് ഗുഡ് ബൈ, അത് രാംബു ആണ്. ദിസ് ഈസ് ഓൾസോ അണ്ടർ 20 minutes, ക്ലോസ് ടു 20 minutes ഡ്യൂറേഷൻ. രണ്ടാമത്തെ ഫിലിമും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സിബി സാറിന് പോകാൻ തിരക്കുണ്ടെന്ന് എനിക്കറിയാം. സിബി സാറിന് 2 വാക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? താങ്ക് യു. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ വേൾപൂൾ നേരത്തെ കണ്ടതാണ് 2 വർഷം മുമ്പ്.
എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ സെക്കൻഡ് മൂവി കാണാൻ വേണ്ടി ഇവിടെ വന്നത്. രണ്ടും നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിച്ചതുപോലെ ഒരു പുതിയ ആളാണ് ഇത് ചെയ്തതെന്ന് തോന്നാത്ത രീതിയിലുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് എന്നാളൊരു ഈ വിഷൻ മീഡിയത്തിൻ്റെ നല്ല കൺട്രോളുകൾ ഒരാൾ ചെയ്ത് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആയിരുന്നു. ഇമോഷൻസ് നന്നായിട്ട് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, ആക്ടേഴ്സിന് നന്നായിട്ട് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ഇത് എന്താണ് ഇൻ്റർനാഷണൽ ഒരു പ്ലാറ്റ്ഫോമുകളിലൊക്കെ എത്തുന്നത്, ഈ ഒരു കോമ്പറ്റീഷനിലൊക്കെ എത്തി അവിടെ അംഗീകരിക്കപ്പെടുന്നത്. ഈ സിനിമയും ലോങ് ഗുഡ് ബൈയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തി അതിൽ അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബി സാർ. സിബി സാർ മേഡ് മൈ ഡേ. നമ്മളൊരു ഷോർട്ട് ഫിലിം 20 മിനിറ്റ്സിൻ്റെ ആണെങ്കിലും നമ്മൾ ഈ ഒരു പാസ്റ്റ് 2 വീക്സ് ഇതിൻ്റെ വർക്കും കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഹോൾ ടീം എല്ലാം കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഇന്ന് നമ്മളതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഔട്ട്പുട്ടിൽ ഇപ്പോൾ കണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം. അല്ലാതെ നമുക്കറിയായിരുന്നു ബാക്കി വർക്കെല്ലാം. അപ്പം സിബി സാറിനെ പോലെ ഇത്രയും ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന, ഒത്തിരി സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ വരാനുള്ള കാരണം തന്നെ സിബി സാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സിനെ, ജോഷി സാർ, സിബി സാറുകളുടെയൊക്കെ സിനിമകൾ കണ്ട് ആണ് ഞാനൊക്കെ സിനിമകളോട് സ്നേഹം തുടങ്ങിയത്. അതുപോലെ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ അഭിനേതാക്കളായി മമ്മൂക്കയും ലാൽ സാറും അവർ അഭിനേതാക്കളാണെങ്കിലും ഇവരുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടല്ലേ നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിനോടൊരു പാഷൻ വരുന്നത്. സിബി സാറിനെ പോലെ ഇത്രയും ക്ലാസിക് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ സമ്മാനിച്ച സാറിന് ഇത്രയും ദൂരം, സാർ അന്നും ആലുവയിൽ നിന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിൽ അടുത്തിടയ്ക്ക് പറഞ്ഞു, ഒരു 20 മിനിറ്റ് ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് സാറ് മമ്മി വിളിച്ചിട്ടാണെങ്കിലും സാറ് വരുന്നത്. It means a lot. It means the world to me. So thank you so much, sir. Good morning, everybody. It was really a pleasure watching both these movies, especially the second one, which says something about dementia. I know about it because my mother is suffering from one, and I see her every day how she suffers. In fact, Deepthi has done a wonderful job. The first one was a family drama. Of course, it was good, but the second one is just a classic. I am definitely sure that these movies will fetch her a lot of acclaim, a lot of name for herself, and being such a young lady, I am extremely proud. Purnama, her mother, she's like a own sister to me. We have worked in a lot of movies together, and when she called me and said that this movie, a movie of her daughter was being shown here in Chennai's. Even though I got the message a little late, she had sent me earlier, but I saw it just a few minutes back. I rushed up here, and I'm proud that I came here. I'm happy that I came here, and I could see such wonderful making, a beautiful background score, nice photography, well directed. All actors have done their job so well. I'm extremely happy, dear Deepthi. I would say that you have a very, very bright future. And both these movies, especially the second one, is going to fetch you a lot of laurels. Take care. God bless you all. Thank you. Thank you so much, sir. അത് കൂടാതെ തന്നെ നിങ്ങളെല്ലാവരും, എനിക്കറിയാം ഇന്ന് പബ്ലിക് ഹോളിഡേ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ട്രാഫിക് വാസ് ഹെക്ടിക് ദിസ് മോർണിംഗ്. So my mom kept getting messages from everybody stating that they're all stuck in traffic and they're late, and because it's only a 40-minute screening. So if you miss out on that time, then people are like, okay, so we are already late, we can't come in. So എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വെരി ഹാർട്ട് ഫെൽറ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. സോ ഇതൊരു നോയ്സ് ഗേറ്റ് സ്റ്റുഡിയോയുടെ ടീമാണ്. they're an upcoming studio but extremely talented in music and other sound design capabilities. ഞാൻ ഈ ഫിലിം സിബി സാറാണ് പറയുന്നത് മ്യൂസിക് എന്ന് സാറാണ് എടുത്തു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ്, അനുരാഗ് കശ്യപ് സാറും
ഇത് കണ്ടപ്പം ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ചും ഫോട്ടോഗ്രാഫിയെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും മ്യൂസിക് എന്ന് പറയാത്തവരായിട്ട് ആരും ഉണ്ടായിട്ടില്ലായിരുന്നു. അത് ഇവരാണ്, ഷഫീഖും ഡാൻസിനുമാണ് മ്യൂസിക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. സോ ദിനേഷ് and Unni, so they worked on the dialogue, sound effects എല്ലാവരും ഉണ്ട് കേട്ടോ. So they're a team, so it was good to work with them in terms of all aspects of sound designing. നമുക്ക് ടൈമിൻ്റെ ചലഞ്ച് വരും, ഇവർ തന്നെ ആയതുകൊണ്ടല്ല, but they gave all their 100 and more into this film. So yeah, Noise Gate Studio Denson and team, thank you so much. Thank you. ഇത് Rovina, she has done the subtitles for A Long Goodbye. Long Goodbyeയുടെ സബ്ടൈറ്റിൽസ് റൊവീനയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിലാണ് ചെയ്തിരിക്കുന്നത്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സിലാണ്. സോ താങ്ക് യു ഫോർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് റോവിയെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ എ ലോങ് ഗുഡ് ബൈയുടെ എഡിറ്ററാണ് ടോബി ജോൺ. വരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഫിലിം എഡിറ്റ് ചെയ്ത്. ടോബി ഈസ് നോട്ട് ഹിയർ ബിക്കോസ് ഈസ് വർക്കിംഗ് ഇൻ എ മമ്മൂക്ക ഫിലിം അറ്റ് ദ മൊമെന്റ്. സോ ടോബിയാണ് ഇതിൻ്റെ എഡിറ്റർ എ ലോങ് ഗുഡ് ബൈയുടെ. സോ വൈഫ് ഡിഡ് ദ സൗണ്ട് ഡിസൈൻ, സോറി നോട്ട് സൗണ്ട് ഡിസൈൻ, സബ്ടൈറ്റിൽസ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ എഡിറ്റർ ഹീസ് സിക്ക് ടുഡേ, ഏകലവ്യൻ എന്നാണ് ഫസ്റ്റ് എഡിറ്ററിൻ്റെ പേര്. സോ ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആസ് വെൽ. ലിജു ആണ് ഞാൻ പറഞ്ഞതുപോലെ ബോത്ത് ടൈംസ് കളറിങ് ചെയ്തിരിക്കുന്നത്. സോ യു വുഡ് ഹാവ് ഓൾസോ സീൻ സം കാസ്റ്റ് മെമ്പേഴ്സ് സെയിം വേൾപൂളിൽ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. സോ ബിക്കോസ് the characters suit ആയതുകൊണ്ട് I didn't appoint a casting director this time, so I just reached out to them directly and they were all in. So that's how this all happened. So once again, for the whole team, please put your hands together with the loudest of energy you can. Thank you all so much. Thank you. Thank you so much. You can take your seats. ഞാനിത് ഈ ഫിലിം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഈ ഐഡിയ ഞാൻ കൺസീവ് ചെയ്തത് തന്നെ നവംബർ ലാസ്റ്റ് 3rd week 2nd week ടൈമിലാണ്. സോ ദിസ് ഓൾ ഹാപ്പൻഡ് വെരി ക്വിക്ക്ലി. അപ്പം അതിനു മുന്നേ ഞങ്ങൾ ഇങ്ങോട്ടൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. സോ ദിസ് വാസ് നെവർ ഇൻ ദ പ്ലാൻ ഇനിഷ്യലി. സോ പെട്ടെന്നൊരു ഇൻസ്പിറേഷനും പെട്ടെന്നൊരു സംഭവമായിട്ടുണ്ടായ ഒരു ഫിലിമാണ്. സോ ഓൾ ഓഫ് എ സഡൻ മമ്മിയുടെ എല്ലാ പ്ലാനിങ്ങും മാറി ഞാനിവിടെ വന്നപ്പോൾ ഫാമിലി റിലേറ്റഡ് ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. മമ്മീസ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ 26th. സോ വി വിഷ് ഹർ എ വെരി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അഗെയിൻ ഓൺ ബിഹാഫ് ഓഫ് എവ്രിബഡി. മമ്മി പ്ലീസ് കം ടു ദ ഫ്രണ്ട്. അതുപോലെ തന്നെ മമ്മി ഇതിനു വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഒബ്വിയസ്ലി ഞാൻ ഹോളിഡേ ആയതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മമ്മിയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ലാസ്റ്റ് ടീമിനോട് റീച്ച് ഔട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഇത്തവണ ഒരു പ്രിവ്യൂ വെക്കണം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല, അത് എല്ലാവരും പറഞ്ഞ പ്രകാരമാണ് വെച്ചത്. എന്തായാലും ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്കൊന്ന് വെക്കാം, നമ്മുടെ ആൾക്കാരെ നമുക്ക് കാണിക്കുകയും നമ്മുടെ ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. പിന്നെ ഇത് ഫെസ്റ്റിവലിന് പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കുറേ വെയിറ്റും ഉണ്ട് ഇത് റിലീസ് ആവാനായിട്ടും. പക്ഷേ അപ്പം തൊട്ട് ഇപ്പം വരെ ആരോ പറഞ്ഞു മമ്മി 10 കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ മമ്മി ഓട്ടോ കുറേ ഫാമിലിയുടെ കാര്യങ്ങൾ, കുക്കിങ്, കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് കിഡ്സിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ, അതിനിടയ്ക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങളും. നമ്മുടെ ഹെൽത്തും 100% അല്ല ഇന്ന്, ബട്ട് സ്റ്റിൽ ഷീ ഈസ് ഓൾവേസ് ഇൻ ഗുഡ് സ്പിരിറ്റ്. സോ എല്ലാവരുടെയും ഇതിൽ ബിഹാഫിൽ എൻ്റെ മമ്മിയുടെ ക്ഷണം സ്വീകരിച്ചാണ് നിങ്ങളുടെ മജോറിറ്റി ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് പേരെൻ്റെ പേഴ്സണൽ ഇൻവിറ്റേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഇത് എൻ്റെ മമ്മി ഇവിടെ നിൽക്കുന്നത് അമ്മയായിട്ടാണ് ഇന്ന്, എൻ്റെ അമ്മയായിട്ട്. So I really want to thank my mom for all that she has been doing to support. Thank you. എൻ്റെ ഒരു സ്ഥാനത്തിലാണ് ഞാനാണ് സിബി സാറ്. കഴിഞ്ഞ പ്രാവശ്യവും സാറ് മോടെ കാര്യം വന്നു ഓടി വന്നു, ഇപ്രാവശ്യവും സാറ് ഓടി വന്നു. ഒത്തിരി സന്തോഷം. എല്ലാവരെയും വിളിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കാരണം ഈ സെക്കൻഡ് ഈ ലോങ് ഗുഡ് ബൈ നമ്മളത് പുറത്തോട്ട് ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കാണിക്കാനുള്ളത് എന്തായാലും യൂട്യൂബിലും എല്ലായിടത്തും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പറ്റിയും വിളിച്ചിട്ടില്ല. കുറേ പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല, പലർക്കും ഫ്ലൈറ്റ് മിസ്സായി. ഇന്നലെ വരാതിരുന്ന ആൾക്കാർ ഇന്നത്തേക്ക് ഫ്ലൈറ്റൊക്കെ ആയി. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അവരുടെ ബ്ലെസ്സിങ്ങും സ്നേഹവും ഒക്കെ ഫോണിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വന്ന എല്ലാവർക്കും എൻ്റെ മോടെ പിന്നെ ഫസ്റ്റ് എന്നെ കാണാത്ത ആൾക്കാരുണ്ടല്ലോ, വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെയും മൊത്തം ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും പ്രേരണ എല്ലാം ഓർക്കുക.
സാറേ ഒത്തിരി താങ്ക് യു സാറേ. ലിജു ആണ് രണ്ടാമത്തെ മൂവിയിലായാലും ലിജു ആയിരുന്നു കാര്യം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാനും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോഴാണ് കണ്ടത് സിനിമ. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് വേൾപൂൾ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ കാണിച്ചു. ആദ്യം അവളെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എന്നെ വിളിച്ചിങ്ങനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും ആ ചെയ്തോ എന്ന് പറഞ്ഞു. ഇവളവിടെ പോയി ഇതിനെപ്പറ്റി പഠിച്ചെന്നോ അവിടെ പോയി അവളെല്ലാം പഠിച്ചിട്ടാ ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഇഷ്ടത്തിന് വേണ്ടി എന്തോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിൽ വിളിച്ചു പറയുന്നു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ഇന്ത്യയിലോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇവളെന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഇന്ത്യയിലോട്ട് വരുന്നത്, അന്നേരം വേറെ കാണാമല്ലോ. അപ്പോഴും ഞാൻ അങ്ങനെ കണ്ടു. പക്ഷെ വീട്ടിൽ വന്ന് ഫിലിം ഇട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ വളരെ സങ്കടം വന്നു പോയി കണ്ടപ്പോൾ. അറിയുന്നില്ലല്ലോ നമ്മളെ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോ. കാരണം പഠിക്കുന്ന കാലത്ത് ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന മോളായിരുന്നു. അപ്പൊ ജോലിയായി അവിടെ സെറ്റിലായി എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരാഗ്രഹം ഇങ്ങനെ ഉള്ളത് നല്ല കാര്യം അന്ന് അറിയില്ലായിരുന്നു. എഴുതുമായിരുന്നു നന്നായിട്ട്. കാരണം പപ്പ ഒരു നാടകത്തായതുകൊണ്ട് 2000 സ്റ്റേറ്റ് അവാർഡ് വരുന്നതാ എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ കുറച്ച് നന്നായിട്ട് എഴുതുമായിരുന്നു. പക്ഷെ അവര് സിനിമയിലേക്ക് ഒരു മോഹമുള്ള കാര്യം ഞാൻ അറിയുന്നില്ല. എന്തായാലും ചെയ്തത് രണ്ടും നല്ലതായിട്ട് ചെയ്തു. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് ഞാൻ കൊൽക്കത്തയിലിരുന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഞാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു ഫിലിം കാണാനുള്ള ക്രൗഡും ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞും ഫസ്റ്റ് ഇട്ടപ്പോൾ ഒരു ചെറിയ തിയേറ്ററായിരുന്നു. സെക്കൻഡ് ഇട്ടപ്പോൾ വലിയ തിയേറ്ററായിരുന്നു. ആ തിയേറ്റർ നിറഞ്ഞിട്ടും നടുക്കൊക്കെ ആൾക്കാർ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ എനിക്ക് സന്തോഷം ഒരുപാട് തോന്നുന്നത് അവിടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഡയറക്ടേഴ്സ് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുകൾ അവരൊക്കെ ആയിട്ട് മോളോട് ഭയങ്കരമായിട്ട് അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവരായിട്ടുള്ള ഒരു മീറ്റിങ്ങും പ്രസ് മീറ്റിങ്ങും ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് പ്രൗഡായി. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കാലത്തും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. കാരണം നല്ല റാങ്കോട് കൂടി നല്ല മാർക്കോട് കൂടിയൊക്കെയാണ് ഇവള് എവിടെ പാസ്സായിട്ടുള്ളത്. അങ്ങോട്ട് IELTS പോലും 8.5 ഒക്കെ വാങ്ങിച്ച് അവർക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. കാരണം 6.5 പോലും കിട്ടാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ എൻ്റെ മോളെ 8.5 ഒക്കെ മേടിച്ച് അവിടെ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷം. അവരുടെ ഇവിടുന്ന് മാത്രമല്ല 3 മക്കളും അവർക്ക് നന്നായിട്ട് പഠിക്കുകയും നമ്മൾ അച്ഛനും അമ്മയൊക്കെ കണ്ട പോലെ നമ്മള് പറയുന്ന കേട്ട് നമ്മളെന്താ പറഞ്ഞ അനുസരിച്ച് വളർത്തി 3 മക്കൾ നല്ല രീതിയിൽ അച്ഛനും അമ്മയെ അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ വളർന്ന് കണ്ടതിലും സെറ്റിലായി കണ്ടതിലും ഒന്നിനൊരു ഫിലിം എൻ്റെ മോള് കൊണ്ടുവന്നിങ്ങനെ നമ്മളെ ഇവിടെ വന്നിങ്ങനെ കാണിക്കാൻ സാധിച്ചതൊക്കെ ഒരുപാട് ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ആളെന്റെ പപ്പ എഴുത്തില് കുഞ്ഞിനെ തൊട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. എഴുത്തിൽ മാത്രമല്ല ആർട്സ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യമാണേലും പപ്പയാണ് ആദ്യം. മമ്മി പഠിക്കുന്ന പറഞ്ഞിട്ട് ആ ലൈനായിരുന്നു മമ്മി. സോ മമ്മി ലൈഫ് സെക്യൂർ ആക്കുന്ന കാര്യത്തിൽ വളരെ സ്റ്റേൺ ആയിട്ട് നിന്നപ്പോൾ കലാപരമായ കാര്യങ്ങൾ ഏറ്റവും എൻകറേജ് ചെയ്തിരുന്ന പപ്പയാണ്. പപ്പ ഈ നാടകമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എന്നോട് വായിക്കാൻ പറയും. അന്നേരം ഞാൻ ആദ്യമൊക്കെ വായിക്കും. പിന്നെ വായിക്കാൻ ഞാൻ ഓടും ഈ 100 പേജ് കിട്ടുന്ന പേജൊക്കെ. പക്ഷെ പിന്നെ ഭാവിയിലാണ് നമുക്കതൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഗുണമായിട്ട് മാറിയിരിക്കുന്നത്. സോ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് എൻകറേജ്മെന്റ്. കാരണം എനിക്ക് ആർട്സ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് നമ്മൾ ഫാബ്രിക് പെയിന്റിങ്, ക്ലേ മോഡലിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യും. അപ്പൊ എന്ത് വേണമെന്ന് പറഞ്ഞാലും അപ്പം ഒരു ലോറി നിറയെ സാധനമായിട്ടാണ് പപ്പ വീട്ടിൽ വരിക. സോ ഇത് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അച്ഛന്മാരുണ്ടാവട്ടെ, ഇൻസ്പയർ ചെയ്യുന്ന. അപ്പം എൻ്റെ പപ്പയ്ക്ക് അപ്പം ഈ പറഞ്ഞതുപോലെ 2000 സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാടക രചനയിൽ. അപ്പം താങ്ക് യു പപ്പ. എല്ലാ സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക്സ് പപ്പ. അപ്പൊ ഉള്ളു. പിന്നെ എൻ്റെ ബാക്കി ഫാമിലി കൂടെ ഞാൻ സ്റ്റേജിലോട്ട് വിളിച്ചോട്ടെ. എൻ്റെ ബ്രദർ ഇത് ബിപിൻ മാത്യു UK-ലാണ്. എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചിയർ ലീഡറാണ്. എല്ലാവരും സപ്പോർട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ആസ് എ ഫാമിലി. പക്ഷെ ഒരു സെക്കൻഡിലും ഇതുവരെയും നമ്മൾ ചിലരൊക്കെ ഒരു സെക്കൻഡിൽ സപ്പോർട്ട് മാറിപ്പോകും ചില സമയങ്ങളിലൊക്കെ. മനുഷ്യർ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ ഒരു മൈക്രോ സെക്കൻഡിൽ പോലും ഇത്രയും വർഷമായിട്ട് എന്നോടുള്ള സപ്പോർട്ട് മാറാതിരിക്കുന്ന ആളാണ് എൻ്റെ ബ്രദർ. സോ ജസ്റ്റ് ഹ്യൂജ് താങ്ക് യു. ആൻഡ് യെസ്, ഹി ഡിസേർവ്സ് എ ബിഗ് ക്ലാപ്പ്. താങ്ക് യു.
അതുപോലെ തന്നെ പിങ്കി, റോബിൻ ആൻഡ് ആൻജി. സോ വെരി ടാലന്റഡ്, ക്രിയേറ്റീവ് ആൻഡ് വെരി സപ്പോർട്ടീവ് ആയിട്ടുള്ള, വളരെ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കാണുന്നതാണ്. പിങ്കി വളരെ ടാലന്റഡ് ആയിട്ടുള്ള 2 സിനിമ അവൾ ചെയ്തിട്ടുണ്ട്. അവള് യൂട്യൂബ് ചാനലും കുക്കിംഗ്, അവള് ചെയ്യാത്ത കാര്യമില്ല, A to Z ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് ഓസ്ട്രേലിയയിലാണ്. സോ അത് ഭയങ്കര സന്തോഷമാണ് ആസ് എ ഫാമിലി. ദിസ് ഈസ് ആക്ച്വലി എ റെയർ ഓപ്പർച്യൂണിറ്റി ആൻഡ് വി ആർ വെരി ഗ്ലാഡ് ദാറ്റ് വി ഗെറ്റ് ടു ഷെയർ ദാറ്റ് വിത്ത് യു. കാരണം ഞങ്ങള് മക്കളെല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ച് കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒരേ ടൈമിൽ ഞങ്ങൾ വന്നിരിക്കുന്ന കുറേ വർഷം കൂടിയാണ്. So this is indeed a very special moment and we are so happy to be sharing that with you. And Angie ആണ് ഞങ്ങളുടെ ലിറ്റിൽ നീസ്. ഷീസ് ഓൾസോ എക്സ്ട്രീംലി ടാലന്റഡ്. എന്ത് വേണോന്ന് ചോദിച്ചാൽ മതി, ഡാൻസ്, പാട്ട്, ഏത് കാര്യമാണ് ആൻജി കൊണ്ട്. സോ ദിസ് ഇസ് മൈ ഫാമിലി ആൻഡ് ദിസ് ഇസ് മൈ ബെറ്റർ ഹാഫ്. എന്നെ അറിയാവുന്നവർക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. സോ ഏത് അച്ഛന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി ആയിട്ട് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഞാൻ നഴ്സിംഗിലാണ് പുറത്തു പോകുന്നത്. നഴ്സിംഗിന് ഇഷ്ടമില്ലാതെ എന്നെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചപ്പോൾ കുറെ വഴക്കുണ്ടാക്കി കരഞ്ഞൊക്കെ ട്രൈ ചെയ്തു ഇവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട്. എന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് വിടൂ, അല്ലെങ്കിൽ ഞാൻ പ്രൊഫസറായി ലെക്ചറിൽ പോട്ടെ. അപ്പൊ മമ്മി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നഴ്സിംഗ് അവസാനം 2 മാസം വീട്ടിൽ കരഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതെ കണ്ടിട്ടാണ് ഞാൻ നഴ്സിംഗിന് പോകുന്നത്. പക്ഷെ എന്റെ പേരൻസിനെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് അതിന് പറ്റത്തില്ലായിരുന്നു. പക്ഷെ അത് ചെയ്തതുകൊണ്ട് നന്നായി. കാരണം നമ്മൾ എബ്രോഡ് പോകാനും കുറെ കാര്യങ്ങളും കുറെ സ്കിൽസ് ഒക്കെ വേറെ രീതിയിൽ വരാനും സാധിച്ചു. നഴ്സിംഗ് ചെയ്ത് ഞാൻ എബ്രോഡിൽ പോയിട്ട് യു ആർ നോട്ട് ദിസ്, യു ആർ മോർ ദാൻ ദാറ്റ് എന്ന് എപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ്. സോ ഞാൻ ഐ വാസ് വെരി കംഫർട്ടബിൾ ഇൻ മൈ കുക്കോൺ. അങ്ങനെ നിൽക്കുമായിരുന്നു ആ വർഷങ്ങളിലൊക്കെ. പക്ഷേ ഹി വുഡ് പുഷ് മീ. അങ്ങനെ പുഷ് ചെയ്തിട്ടാണ് എന്റെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് കൊടുക്കുന്ന ആളാണ്. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയല്ലേ നമ്മുടെ കാര്യങ്ങൾ മാറത്തുള്ളൂ. സോ അങ്ങനെ ഒരു സപ്പോർട്ടാണ്. ഹീസ് ആക്ച്വലി ദ ബിഗസ്റ്റ് ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. സോ എന്റെ കൂടെ എന്റെ ഫാമിലി ഒപ്പം, ആസ് യു നോ, എന്റെ ഫാമിലിയുടെ കൂടെ എന്റെ ഹസ്ബൻഡും ഉണ്ട്. ജെയിംസ് ജേക്കബ് എന്നാണ് പേര്. സോ താങ്ക് യു സോ മച്ച് അച്ചച്ച. നല്ല സന്തോഷത്തിൽ നിൽക്കുവാണ്. സോ ഇതാണ് ഞങ്ങളിപ്പോൾ നമ്മളൊരു ചെറിയ ഇൻഫോർമൽ ആയിട്ട് ഒരു ഫാമിലി ഗാദറിംഗ് പോലെ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. സോ ഐ തോട്ട് ഐ ഷെയർ മൈ ഹോൾ ഹാർട്ട് വിത്ത് യു ആൻഡ് മൈ ഫാമിലി. താങ്ക് യു ഓൾ.